السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, നാം വായിച്ചുകൊണ്ടിരുന്ന ഗ്രന്ഥം ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൽ അഅ്മാൽ ഖുലൂബുകൾ, ഖൽബിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള അൽ ഇക്സീർ എന്ന കിതാബ്, അതിലെ ഓരോ മഞ്ജിലത്തുകൾ ആയിട്ട് കൊടുത്തിട്ടുള്ള ഓരോ ഫസ്ലുകൾ നമ്മൾ വായിച്ചു. അതിൽ അവസാനം നമ്മൾ വായിച്ചത് മഞ്ജിലത്തു സമാ, കേൾവിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേൾക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത മഞ്ജിലത്തുൽ ഖൗഫ്, ഭയത്തിന്റെ മഞ്ജിലത്ത്, ഖൗഫിന്റെ മഞ്ജിലത്ത്. ഖൗഫ് എന്നുള്ളതിന് മലയാളത്തിൽ ഭയം എന്നാണ് നാം പറയാറുള്ളത്. അതിന്റെ വ്യത്യസ്ത പദങ്ങളും അതിന്റെ വ്യത്യസ്ത ആശയങ്ങളുമെല്ലാം ഈ ഒരു ഫസ്ലിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. വഹിയ മിൻ അജല്ലി മനാസിലി ത്വരീഖി വഅൻഫഇഹാ ലിൽഖൽബ്. മഞ്ജിലത്തുൽ ഖൗഫ് എന്നുള്ളത് വളരെ അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ എത്തിച്ചേരുന്ന മഞ്ജിലത്തുകളിൽ വളരെ മഹത്തരമായതും ഖൽബിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതുമാണ്. വഫർളുൻ അലാ കുല്ലി അഹദിൻ, ഏതൊരാളുടെ മേലെയും ഫർളായിട്ടുള്ളതുമാണ്. അഥവാ എല്ലാവരുടെയും മേലെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു മഞ്ജിലത്താണ് മഞ്ജിലത്തുൽ ഖൗഫ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അവരെ ഭയപ്പെടരുത്, അഥവാ കുഫാറുകളെയും മറ്റൊന്നും നിങ്ങൾ ഭയപ്പെടരുത്. വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ എന്നെ ഭയപ്പെടുക. ആലി ഇംറാനിലെ 175-ാമത്തെ ആയത്താണ്. വമദഹ അഹ്ലഹു ഫീ കിതാബിഹി വഅത്നാ അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ ഖുർആനിൽ ഈ ഖൗഫുള്ള ആളുകളെ, അതിന്റെ ആളുകളെ അല്ലാഹു മദ്ഹ് ചെയ്തിട്ടുണ്ട്, അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ 57 മുതൽ 61 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്ന കാര്യം അതാണ്. ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുഷ്ഫിഖൂൻ. അതുപോലെ തന്നെ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. ആ ആയത്തുകളിലെല്ലാം പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചുമെല്ലാമാണ് പറയുന്നത്. ആ ആയത്തുകളിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്തിന്റെ ഒരാശയം, അതിന്റെ തഫ്സീർ ഒരു ഹദീസിൽ നമുക്ക് കാണാം. عن عائشة رضي الله عنها قالت, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലേ, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ നേരത്തെ പറഞ്ഞ 57 മുതൽ 61 വരെയുള്ള ആയത്തുകളുടെ ഇടയിലുള്ള 60-ാമത്തെ ആയത്താണ്. വല്ലദീന യുഅ്തൂന മാ ആതൗ, നൽകേണ്ടതെല്ലാം നൽകുന്ന, അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതെല്ലാം കൊണ്ടുവരുന്ന, ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നവരാണ് അവർ. വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഖൽബ് പേടിയുള്ളവരായിരിക്കും. വജലിന്റെ അർത്ഥവ്യത്യാസം നമ്മൾ പറയും, ഭയമുള്ളവരായിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, എന്താണ് അവരുടെ ഭയം? അവരുടെ റബ്ബിലേക്ക് അവർ മടങ്ങുമല്ലോ എന്നുള്ളതാണ് അവരുടെ ഭയം. അപ്പോൾ ഈ ആയത്തിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അഹുവല്ലദീ യസ്നി വയശ്റബുൽ ഖംറ വയസ്രിഖ്. റസൂലേ, ഇതിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും ഖൽബിൽ ഭയമുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ, അവർ വ്യഭിചരിക്കുന്നവരും മദ്യപിക്കുന്നവരും കട്ടെടുക്കുന്നവരുമായിട്ടുള്ള, അഥവാ തെറ്റുകൾ ചെയ്തിട്ട് ഭയത്തിന്റെ കാര്യമാണോ പറയുന്നത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖിന്റെ മകളെ, അങ്ങനെയല്ല. വലാകിന്നഹു റജുലു യസൂം വയുസല്ലി വയതസദ്ദഖു. പക്ഷേ ഇതിൽ പരാമർശിച്ചിട്ടുള്ളത് ഒരു വ്യക്തി, അവൻ നോമ്പ് നോൽക്കുന്നു, നിസ്കരിക്കുന്നു, ദാനധർമ്മം നിർവഹിക്കുന്നു. വയഖാഫു അല്ലാ യുഖ്ബല മിൻഹു, പക്ഷേ അവൻ ഭയപ്പെടുന്നു അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടാതിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഭയം എന്നുള്ളത് പാപം ചെയ്താൽ ശിക്ഷ ചെയ്യപ്പെടും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഭയം മാത്രമല്ല, നന്മ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുമോ പെടാതിരിക്കുമോ എന്നുള്ള ഭയവും ഉണ്ടാവും.
قال الحسن رحمه الله حسن البصري رحمه الله പറഞ്ഞു അമിലു വല്ലാഹി ബിത്ത്വാഅത്ത് ഈ ആയത്തിന്റെ തഫ്സീറിനെ സംബന്ധിച്ച് ഈ ആളുകൾ അവർ അല്ലാഹുവാനെ അല്ലാഹുവിനുള്ള അനുസരണം സൽക്കർമ്മങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് വജ്തഹദു ഫീഹ അതിൽ അവർ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് വഖാഫു അൻ തുറദ്ദ അലൈഹിം പക്ഷേ അവർ ഭയപ്പെടുന്നു അത് അവർക്ക് സ്വീകരിക്കാതെ ആ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കാതെ തള്ളപ്പെടുമോ എന്ന് ഇന്നൽ മുഅ്മിന ജമഅ ഇഹ്സാനൻ വഖശിയതൻ യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ നന്മ ചെയ്യുന്നതും അതുപോലെ തന്നെ അതോടൊപ്പം ഭയവും ഒരുമിച്ച് കൂട്ടുന്നവനാണ്. അഥവാ അവൻ നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിലും അവന് ഭയം ഉണ്ടാവും അല്ലാഹുവിനെ സംബന്ധിച്ച്. വൽ മുനാഫിഖ ജമഅ ഇസാഅതൻ വഅംനൻ എന്നാൽ മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം മുനാഫിഖ് തെറ്റുകൾ ചെയ്യും എന്നാൽ നിർഭയനായിക്കൊണ്ട് യാതൊരു ഭയവുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണ് വൽ വജലു വൽ ഖൗഫു വൽ ഖശിയതു വർ റഹ്ബതു ഇവിടെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഭയം എന്നുള്ള ആശയത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ മുഅ്മിനീങ്ങളുടെ അടയാളമായി ഖുർആനിൽ അല്ലാഹു തആല ഈ ഒരു ആശയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കുകളാണ് അൽ വജലു വൽ ഖൗഫു വൽ ഖശിയതു വർ റഹ്ബതു എന്നുള്ളത്. എന്നിട്ട് ഇബ്നു ഖയ്യിം ഈ 4 വാക്കുകളെ കുറിച്ച് പറയാണ് അൽഫാദുൻ മുതഖാരിബത്തുൻ ഗൈറു മുതറാദിഫ ഈ 4 വാക്കുകളും പരസ്പരം അടുത്ത ആശയമുള്ളതാണ് എന്നാൽ പര്യായ പദങ്ങളല്ല. അതാ ഭയം എന്നുള്ളതിന്റെ പൊതുവെ ഉലമാക്കൾ പറയാറുള്ളത് അറബി ഭാഷയിൽ മുതറാദിഫുകൾ ഇല്ല എന്നാണ്. മുതറാദിഫ് എന്നുള്ള അർത്ഥത്തിൽ പദങ്ങളെ പറയാറുണ്ട് എങ്കിലും അഥവാ മലയാളത്തിലെല്ലാം പര്യായ പദങ്ങൾ എന്ന് പറയല്ലോ, വീട് അതിന്റെ പര്യായ പദം ഭവനം അങ്ങനെയൊക്കെ പറയല്ലോ. അതേപോലെ അറബിയിൽ പദങ്ങളില്ല എന്നാണ് യഥാർത്ഥത്തിൽ. മുതറാദിഫ് എന്നുള്ള പദപ്രയോഗം അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് ഒരു താരതമ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ അറബിയിൽ ഒരു വാക്ക് മറ്റൊരു വാക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകും എന്ന് അറബി ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പോൾ പറയുന്നത് ഈ 4 പദത്തിൽ ഇപ്പോൾ മലയാളത്തിൽ നമുക്ക് ഭയന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഈ 4 വാക്കുകളുടെയും അർത്ഥം അടുത്ത് നിൽക്കുന്ന മുതഖാരിബത്താണ്, പക്ഷേ മുതറാദിഫത്തല്ല, പര്യായ പദങ്ങളല്ല. قال أبو القاسم الجنيد رحمه الله أبو القاسم جنيد رحمه الله ജുനൈദ് റഹിമഹുള്ളയെ പറ്റി ചെറുതായിട്ടൊന്ന് പറയേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വരും ദർസുകളിൽ നമുക്ക് പറയാം. ചുരുക്കി പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ സുഹദിന്റെയും അതുപോലെ തന്നെ മഅരിഫത്തിന്റെയും അള്ളാഹുവിനെ ആരിഫീങ്ങളുടെ ഇമാമ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജുനൈദ് റഹിമഹുള്ള. അഥവാ ആദ്യകാലത്തുണ്ടായിരുന്ന സുഹദിന്റെയും അതുപോലെ അള്ളാഹുവിലേക്ക് ആശയക്കാരനായിട്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന പിൽക്കാലത്തുണ്ടായ പിഴച്ച തസവുഫിന്റെ രീതിയല്ല, എന്നാൽ ഖുർആന്റെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം ഈ നിലക്ക് ദുനിയാവിനോടുള്ള വിരക്തിയും ഇബാദത്തിലും മുഴുകലും എല്ലാം കൊണ്ടു നടന്നിരുന്ന അതിന്റെ ഇമാമായിട്ട് അറിയപ്പെടുന്ന ഇറാഖിൽ ബഗ്ദാദിൽ ഉണ്ടായിരുന്ന ഇമാമാണ് ഇമാം അൽ ജുനൈദ് എന്നുള്ളത്. ഇനി ഈ കിതാബുൽ മദാരിജ് സാലിക്കീനിൽ ജുനൈദ് എന്നുള്ള ഇമാമിന്റെ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ധാരാളം ഉദ്ധരണികൾ ഇബ്നു ഖയ്യിം റഹിമഹുള്ള കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തെ പറ്റി ചെറിയ രീതിയിൽ നമുക്ക് പരിചയപ്പെടാം. ജുനൈദ് റഹിമഹുള്ള പറഞ്ഞു കാണാം അൽ ഖൗഫു തവഖുഉൽ ഉഖൂബതി അലാ മജാരിൽ അൻഫാസ്. ഖൗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിമിഷത്തിലും ശ്വസിക്കുന്ന എല്ലാ നിമിഷത്തിലും ശിക്ഷ വരുന്നതിനെ തൊട്ട് അതിനെ സൂക്ഷിക്കുന്നതിനാണ് ഖൗഫ് എന്ന് പറയുക. അഥവാ ഏതൊരു സമയത്തും എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ, തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ആ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ ശ്രദ്ധ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടാവുക എന്നുള്ളതിനാണ് ഖൗഫ് എന്ന് പറയുന്നത്. വൽ ഖശിയത്തു എന്നാൽ രണ്ടാമത്തെ ഖശിയത്ത് എന്നുള്ള പദം അഖസ്സു മിനൽ ഖൗഫ്, അത് ഖൗഫിനേക്കാൾ പ്രത്യേകമായിട്ടുള്ളൊരു വാക്കാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയം എന്നുള്ള അർത്ഥത്തിൽ, പേടി എന്നുള്ള അർത്ഥത്തിൽ, ഏതൊരു കാര്യത്തിനെയും നാം പേടിക്കുന്ന അർത്ഥത്തിലാണ് പറയാറുള്ളത്. എന്നാൽ അൽ ഖശിയത്ത് എന്നുള്ള പദം അഖസ്സു മിനൽ ഖൗഫ്, ഖൗഫിനേക്കാൾ ഒന്നുകൂടി പ്രത്യേകമായിട്ടുള്ളതാണ്. ഫൈനൽ ഖശിയത ലിൽ ഉലമാഇ ബില്ലാഹ്, ഖശിയത്ത് എന്നുള്ളത് ഉണ്ടാവുക അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആളുകൾക്കാണ്. അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പ്രതിഫലവും ശിക്ഷയും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ അറിയുന്ന ആളുകൾക്കാണ് ഖശിയത്ത് ഉണ്ടാവുക. ഖൗഫ് ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകും. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു ഭയം എന്നുള്ള ആ സാധാരണഗതിയിലുള്ള ആ പേടി എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട്
അവന്റെ അസ്മാഉ സിഫാത്തുകൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആ പേടി, അതിനാണ് ഖശിയത്ത് പറയുന്നത്. അത് ഉലമാക്കൾക്കാണ്. എന്താണ് അതിനുള്ള തെളിവ്? ഇബ്നു ഖയ്യിം പറയുന്നു, ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ അടിമകളിൽ യഥാർത്ഥ രൂപത്തിൽ ഖശിയത്തുള്ളവർ, ഭയപ്പെടുന്നവർ ഉലമാക്കളാണ്. സൂറത്ത് ഫാത്തിറിലെ 28ാമത്തെ ആയത്തിൽ ഫഹിയ ഖൗഫുൻ മഖ്റൂനുൻ ബിമഅരിഫ. ഈ ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഖൗഫുൻ മഖ്റൂനുൻ ബിമഅരിഫ, മഅരിഫത്തിനോട് കൂടി ഉണ്ടാകുന്ന ഖൗഫിനാണ് എന്ത് പറയുന്നത്? ഖശിയത്ത് എന്ന് പറയുന്നത്. അഥവാ അറിവോടുകൂടി, അല്ലാഹ് മനസ്സിലാക്കിക്കൊണ്ട്. وقال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അത്ഖാകും ലില്ലാഹ് വഅശദ്ദുകും ലഹു ഖശിയതൻ. ഞാൻ നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്, ഖശിയത്തുള്ളവനാണ് എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഖശിയത്തുള്ളതും. فالخوف حركة والخشية انجماع وانقباض وسكون. ഇബ്നു ഖയ്യിം പറയാണ്, فالخوف حركة, ഖൗഫ് ഭയം എന്നുള്ളത് ഒരു ചലനമാണ്, അഥവാ ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മാറ്റത്തിന്റെ അവസ്ഥയാണ് ഖൗഫ് എന്നുള്ളത്. എന്നാൽ വൽ ഖശിയത്തു, ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഇൻജിമാഉൻ വൻഖിബാദുൻ വസുകൂനുൻ, അത് ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരുമിച്ച് കൂടി ഉണ്ടാകുന്ന ഒരു ശാന്തമായ അവസ്ഥയാണ് ഖശിയത്ത്. ഖൗഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കൊന്ന് മനസ്സിലാകാൻ വേണമെങ്കിൽ ഒരു വെപ്രാളം, ഒരു ബേജാറ്, ആ ഒരു അവസ്ഥയാണ് ഖൗഫ്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഭയമുണ്ടാകും, എന്നാൽ ആ വെപ്രാളും ബേജാറും ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ഇബ്നു ഖയ്യിം മനസ്സിലാക്കാൻ പറയുന്ന ഒരു രീതി, ഫഇന്നല്ലദീ യറൽ അദുവ്വ വസ്സൈല നഹ്വ ദാലിക ലഹു ഹാലതാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, ഒരാള് അവനെ ആക്രമിക്കാൻ ഒരു ശത്രു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ എന്തെങ്കിലും അവന് ദോഷം വരുത്തുന്ന ഒരു കാര്യം വരുന്നുണ്ട് എന്നുള്ളത് ഒരാൾ കാണുകയാണ്, അവന് ഉപദ്രവിക്കാൻ ഒരാൾ വരുന്നുണ്ട്. അപ്പൊ അവന് രണ്ടവസ്ഥ ഉണ്ടാവും. ഇഹ്ദാഹുമ, അതിലൊന്നാമത്തേത് ഹറകത്തുൻ ലിൽ ഹർബി മിൻഹു വഹി ഹാലത്തുൽ ഖൗഫ്, അതിനെ പേടിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുക, അത് ബാധിക്കരുത് എന്നുള്ള ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരവസ്ഥ. അതിനാണ് എന്ന് പറയുന്നത് ഖൗഫ് എന്ന് പറയുന്നത്, ആ ബേജാറും ആ വെപ്രാളത്തിനൊക്കെ. വസാനി, രണ്ടാമത്തേത് വേറൊരാളെ വിചാരിക്കുക, അയാള് സുകൂനുഹു വഖറാറുഹു ഫീ മകാനിൻ ലാ യസിലു ഇലൈഹി വഹിയൽ ഖശിയ, അവനൊരു ശാന്തമായ അവസ്ഥയിൽ, അവൻ ഈ കാര്യത്തെ അവന്റെ ശത്രുവാണ് അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടാകുന്ന കാര്യമാണെന്നൊക്കെ പേടിയൊക്കെ ഉണ്ടാവും, പക്ഷേ അവനറിയാം അവൻ നല്ലൊരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അവനൊരു ഒരു ശത്രു അവനിലേക്ക് എത്തിച്ചേരൂല എന്നുള്ള രീതിയിൽ അവൻ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് എന്നുള്ള നിലക്കുണ്ടാകുന്ന ഒരു ഭയം, അതിനാണ് ഖശിയത്ത് എന്ന് പറയും. അത് അള്ളാഹുവിനെ അടുത്തറിയുന്ന ആളുകൾക്കാണ് ഒരു കാര്യത്തിൽ എപ്പോഴാണ് ഖശിയത്ത്, എപ്പോഴാണ് ഖൗഫ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ അസ്മാവുകളും സിഫാത്തുകളും അറിയുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഖശിയത്ത് പ്രത്യേകമായി ഉലമാക്കൾക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖൗഫ് പറഞ്ഞാൽ ആ വെപ്രാളവും ബേജാറുമുള്ള ഒരു ഭയം, ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്ന ഭയം, അത്ര മനസ്സിലാക്കുക. വമർറഹ്ബതു, മറ്റൊരു പദമാണ് ഖുർആനിൽ ഈ ഭയം എന്നുള്ള ആശയത്തെ പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള, അള്ളാഹുവിന് കാണിക്കേണ്ട ഇബാദത്തിന്റെ ഇനത്തിൽ എണ്ണിയിട്ടുള്ള അർറഹ്ബത്ത്. ഇനി റഹ്ബത്ത് എന്ന് പറഞ്ഞു എന്നാൽ എന്താ? ഫഹിയൽ ഇംആനു ഫിൽ ഹറബി മിനൽ മക്റൂഹ്, വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ അവന് ഉപദ്രവം ഉണ്ടാകുമെന്ന് തോന്നുന്ന, അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ തൊട്ട് ഒരാൾ എപ്പോഴും ഓടി അകലുന്നതിന്, എപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കുന്നത്, അതിനുള്ള പണിയെടുത്തുകൊണ്ടേയിരിക്കും, അതിന് മാറി നിൽക്കാനുള്ള പരിശ്രമം എടുത്തുകൊണ്ടേയിരിക്കും, അങ്ങനെ മാറി നിൽക്കുന്നതിനാണ് റഹ്ബത്ത് എന്ന് പറയുക. അഥവാ അവനിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരവസ്ഥ. അതായത് ഈ അവന് ഉപദ്രവം വരുന്ന, ഇതുപോലെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ എപ്പോഴും ഓടി അകലുന്ന ഒരവസ്ഥക്കാണ് റഹ്ബത്ത് എന്ന് പറയുന്നത്. വമ്മൽ വജലു, വജല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറജ്ഫാനുൽ ഖൽബ്, അത് ഖൽബിന്റെ ഒരു ഭയമാണ്, ഖൽബിന് ഒരു വിറവുള്ളുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഭയത്തിന്റെ അവസ്ഥയാണ്. വൻസ്ദാഉഹു ലിദിക്രി മൻ യഖാഫുഹു സുൽത്താനഹു വഉഖൂബതഹു, അതെങ്ങനെ ഉണ്ടാകുന്നതാണ്? അത് ആ കൽബിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൽബിന്റെ ഒരു ബേജാറ്, ആ ഒരു തകർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവൻ ഭയപ്പെടുന്നത് എന്താണോ, ആ ഭയപ്പെടുന്ന ആളുടെ അധികാരത്തെയും അയാളുടെ ശിക്ഷയെയും എല്ലാം ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി. ഔലു റുഇയതിഹി, അല്ലെങ്കിൽ അയാളെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ ഒരാളെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്, നമുക്ക് ഭയമുണ്ട്.
അപ്പോൾ അയാളുടെ അധികാരം നമുക്കറിയാം, അത് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ശിക്ഷ എത്ര കഠിനമാണെന്നറിയാം, അത് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേടി, അതിനാണ് വജൽ എന്ന് പറയുന്നത്. അതിനാണ് വജിലത് ഖുലൂബുഹും എന്നുള്ള അള്ളാഹുവിനെ പറ്റി പരാമർശിക്കപ്പെട്ടാൽ ഖൽബിൽ ആ ഒരു പേടി ഉണ്ടാകും പറഞ്ഞല്ലോ. ആ ആധിപത്യവും അള്ളാഹുവിന്റെ ശക്തിയും കഴിവും അള്ളാഹു ശിക്ഷിക്കാനുള്ള അധികാരവും ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഖൽബിനകത്തുണ്ടാകുന്ന പേടിക്കാണ് അൽ വജൽ എന്ന് പറയുന്നത്. വമ്മൽ ഹൈബത്തു, ഈ വജൽ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ട രണ്ട് പദങ്ങളാണ് ഹൈബത്ത് എന്നുള്ളത്. ഹൈബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിൽ ഒരാൾക്ക് നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് തോന്നുന്ന ഒരു ബഹുമാനം കൽബിൽ തോന്നുന്ന ആ നിലക്കാണ് ഹൈബത്ത് പറയാറുള്ളത്. ഇപ്പൊ ചില ആളുകളെ കണ്ട അയാളെ കണ്ട ഒരു ഹൈബത്താണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഫഖൗഫുൻ മുഖാറനുൻ ലിത്തഅലീം വലിജ്ലാൽ, ഈ ഹൈബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരാളോട് ബഹുമാനം കൊണ്ടുണ്ടാകുന്ന ഒരു ഭയം, ഒരാളെ ബഹുമാനിച്ചുകൊണ്ടുണ്ടാകുന്ന അയാളുടെ മഹത്വം കാരണത്താൽ ഉണ്ടാകുന്ന ഒരു ഭയത്തിനാണ് ഹൈബത്ത് പറയാം. വക്സറുമായ യകൂനു മഅൽ മഅരിഫത്തി വൽ മഹബ്ബ, ഈ ഹൈബത്ത് അധികവും ഉണ്ടാവുക ഒരാളെ കുറിച്ച് അറിയുമ്പോഴും ഒരാളെ കുറിച്ച് അയാളോടുള്ള ഇഷ്ടം ഉണ്ടാകുമ്പോഴുമാണ് ഈ ഹൈബത്ത് ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിനെ എത്ര അറിയുന്നുവോ എത്ര ഇഷ്ടപ്പെടുന്നുവോ അതിനനുസരിച്ച് അവർക്ക് ഹൈബത്ത് ഉണ്ടാകും. വൽ ഇജ്ലാൽ, അതുപോലെ തന്നെ ഇതേ ആശയത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പദമാണ് അൽ ഇജ്ലാൽ എന്നുള്ളത്, മഹത്വപ്പെടുത്തുക എന്നുള്ളത്. തഅദീമുൻ മഖ്റൂനുൻ ബിൽ ഹബ്ബ്, ഇഷ്ടത്തോടൊപ്പം ഒരാളെ മഹത്വപ്പെടുത്തുന്നതിനാണ് ഇജ്ലാൽ എന്നുള്ള പദം പറയാറുള്ളത്, ഇജ്ലാൽ എന്നുള്ളത്. അപ്പോ ഭയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുള്ള പദം ഖൗഫ് എന്നുള്ളത്, ഖശിയത്ത് എന്നുള്ളത്, അതുപോലെ റഹ്ബത്ത് എന്നുള്ള പദം, വജല് എന്നുള്ളത്, അതിനെ ചേർത്തുകൊണ്ട് ഹൈബത്ത്, ഇജ്ലാൽ എന്നിവയുള്ള ആശയങ്ങൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫൽ ഖൗഫു ലിആമത്തിൽ മുഅ്മിനീൻ, ഈ ഭയം എന്നുള്ളത് അല്ലെങ്കിൽ ഖൗഫ് എന്നുള്ളത്, ഖൗഫ് എന്നുള്ള ഇത് പറഞ്ഞ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക എന്നുള്ള പൊതുവായിട്ട് പറഞ്ഞത് അതെല്ലാ മുഅ്മിനീങ്ങൾക്കും പൊതുവായിട്ടുണ്ടാകേണ്ടതാണ്, പൊതുവായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. വൽ ഖശിയത്തു ലിൽ ഉലമാഇൽ ആരിഫീൻ, എന്നാൽ ഖശിയത്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു വഖാറത്തോടു കൂടി സുക്കൂനോട് കൂടി ഉണ്ടാകുന്ന ആ ഭയം എന്നുള്ളത് അത് ഉലമാക്കൾക്കും അള്ളാഹുവിനെ അറിയുന്ന ആരിഫീങ്ങൾക്കും ഉള്ളതാണ്. വൽ ഹൈബത്തു ലിൽ മുഹബ്ബീൻ, ഹൈബത്ത് എന്നുള്ളത് ഒരാളോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനം കൊണ്ടുള്ള ഈ ഭയം എന്നുള്ളത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളതാണ്. വൽ ഇജ്ലാലു ലിൽ മുഖറബീൻ, അള്ളാഹുവിനെ അങ്ങേറ്റം മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥ, ഇഷ്ടത്തോടു കൂടി മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥ, ഇജ്ലാൽ എന്നുള്ളത് അള്ളാഹുലേക്ക് സാമീപ്യം നേടിയിട്ടുള്ള അടുത്തിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. وعلى قدر العلم والمعرفة يكون الخوف والخشية كما قال صلى الله عليه وسلم, ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെയും അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിന്റെയും അളവനുസരിച്ചുകൊണ്ട് അവന്റെ ഈ ഖൗഫും ഖശിയത്തും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നി ലാ അലമുക്കും ബില്ലാഹി വഅശദ്ദുക്കും ലഹു ഖശിയതൻ, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ അറിയുന്നവൻ, അതുകൊണ്ട് തന്നെ ഏറ്റവും അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനോട് ഖശിയത്തുള്ളവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. ഖാല അബൂ ഹഫ്സ് റഹിമഹുല്ലാഹ്, അബൂ ഹഫ്സ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേ കാണാം, അൽ ഖൗഫ് സൗത്തുല്ലാഹ്, ഖൗഫ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ചാട്ടയെ പോലെയാണ്, അഥവാ ആളുകൾ അടിക്കാതെ ഉപയോഗിക്കുന്ന ചാട്ടവാറ് പോലെയാണ്. യുഖവ്വിമു ബിഹി ശാരിദ അൻ ബാബിഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഓടി അകലാൻ ശ്രമിക്കുന്ന ആളുകളെ അവന്റെ അടുക്കൽ പിടിച്ചു നിർത്താനുള്ള, അവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താനുള്ള ഒരു ചാട്ട പോലെയാണ് ഖൗഫ് എന്നുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ചില സലഫുകൾ, വേറെ ചില സലഫുകൾ പറഞ്ഞ കാണാം, വഖാല, അല്ലെങ്കിൽ അബൂ ഹഫ്സ് തന്നെ പറഞ്ഞ കാണാം, അൽ ഖൗഫ് സിറാജുൻ ഫിൽ ഖൽബ്, ഭയം എന്നുള്ളത് ഖൽബിലെ ഒരു വെളിച്ചം പോലെയാണ്, ഒരു പ്രകാശം നൽകുന്ന വിളക്ക് പോലെയാണ്. ബിഹി യുബ്സിറു മാ ഫീഹി മിനൽ ഖൈരി വശർ, ആ ഖൗഫിന്റെ അടിസ്ഥാനത്തിലാണ്, ആ വിളക്കിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖൈറും ഷർറും ഒരാൾക്ക് കാണാൻ സാധിക്കുന്നത്. വകുല്ലു അഹദിൻ ഇദാ ഖിഫ്തഹു ഹറബ്ത മിൻഹു ഇല്ലല്ലാഹു തആല, ഏതൊരു വ്യക്തിയും ആ വ്യക്തിയെ നീ ഭയപ്പെടുകയാണെങ്കിൽ ഹറബ്ത, നീ അവനിൽ നിന്ന് ഓടിയകലും. ഇപ്പൊ നമുക്ക് പേടിയുള്ള ഒരു ജീവി വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയെന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടിയകലും. പക്ഷെ ഇല്ലല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അങ്ങനെയല്ല. ഫഇന്നക ഇദാ ഖിഫ്തഹു ഹറബ്ത ഇലൈഹി, നീ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ നീ അള്ളാഹുവിലേക്കാണ് ഓടിയെടുക്കുക.
നീ പിന്നെ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നീ അള്ളാഹുവിലേക്കാണ് ഓടിയെടുക്കുക. കാരണം അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ്. ബാക്കിയുള്ള ഏതെങ്കിലും വ്യക്തികളെയോ ജീവികളെയോ എല്ലാം ഭയപ്പെടുന്നത് പോലെ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഓടിയാകാനല്ല, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ അള്ളാഹുവിലേക്കാണ് ഓടിയെടുക്കുക. ഇബ്നു ഖയ്യിം പറയാണ് ഫൽ ഖായിഫു ഹാരിബുൻ മിൻ റബ്ബിഹി ഇലാ റബ്ബിഹി. യഥാർത്ഥത്തിൽ ഖൗഫുള്ളവൻ, ഭയപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഓടി അടുക്കുന്നവനെ പോലെയാണ്. അപ്പോൾ അള്ളാഹുവിനോട് ഖൗഫുള്ള ഒരുത്തൻ പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും സൃഷ്ടികളെ സംബന്ധിച്ച് പേടിക്കുന്നു എന്ന് പറയുന്ന പോലെയല്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്കാണ് ഓടിയെടുക്കുന്നത്. ഖാല അബൂ സുലൈമാൻ റഹിമഹുല്ലാ, അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാ ആയിരിക്കണം, അബൂ സുലൈമാൻ സൽഫുകളിൽപ്പെട്ട വ്യക്തിയാണ്. മാ ഫാറഖൽ ഖൗഫ് ഖൽബൻ ഇല്ലാ ഖരിബ. ഇബ്നു ഖയ്യിം ഈ അദ്ദേഹത്തിന്റെ വാക്ക് കൊടുക്കുകയാണ്, ഒരു ഖൽബുമില്ല ഖൗഫ് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നശിച്ചു പോകാതെ. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഒരാളുടെ ഖൽബിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ആ ഖൽബ് നശിച്ചു പോകും, അതിന് പിന്നെ യാതൊരു ഗുണവുമില്ലാത്ത അവസ്ഥയിലാകും. വഖാല ഇബ്രാഹിം ഇബ്നു ഷൈബാൻ റഹിമഹുല്ലാ, ഇബ്രാഹിം ഇബ്നു ഷൈബാൻ റഹിമഹുല്ലാ പറഞ്ഞു, ഇദാ സകനൽ ഖൗഫുൽ ഖുലൂബ അഹ്റഖ മവാദിഅ അശ്ശഹവാതി മിൻഹാ വതറദ അദ്ദുനിയ അൻഹാ. ഇദാ സകനൽ ഖൗഫുൽ ഖുലൂബ്, ആളുകളുടെ ഖൽബിൽ ഈ ഖൗഫ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം യഥാർത്ഥ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ഒതുങ്ങി ശരിയായ വണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഹ്റഖ മവാദിഅ അശ്ശഹവാതി മിൻഹാ, ആ ഖൽബിൽ എന്തെല്ലാം ഷഹ്വത്തുകളുണ്ടോ അതിനെല്ലാം കത്തിച്ചാമ്പലാക്കി കളയും. അഥവാ ഖൽബിൽ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഷഹ്വത്തും ശുഭത്തും. അപ്പോൾ ദേഹേച്ഛകൾ ഒരാളുടെ ഖൽബിൽ ഉണ്ട് എങ്കിൽ, അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നേരാവണ്ണം ഉറച്ചു കഴിഞ്ഞാൽ ആ ഷഹ്വത്തുകളെല്ലാം കത്തിച്ചാമ്പലാക്കി കളയും. വതറദു ദുനിയ അൻഹ, മാത്രമല്ല ആ ഖൽബിൽ നിന്ന് ദുനിയാവിനെ ആട്ടിയകറ്റുകയും ചെയ്യും. ദുനിയാവിനോടുള്ള ഇഷ്ടവും താല്പര്യങ്ങളും എല്ലാം ആട്ടിയകറ്റുകയും ചെയ്യും. വഖാല ദുന്നൂൻ റഹിമഹുല്ലാ, ദുന്നൂൻ റഹിമഹുല്ലാ പറയുകയാണ്, സലഫുകളിൽപ്പെട്ട വ്യക്തിയാണ്, الناس على الطريق ما لم يزل عنهم الخوف فإذا زال عنهم الخوف ضلوا الطريق. ആളുകൾ അള്ളാഹുവിലേക്കുള്ള യഥാർത്ഥ രൂപത്തിലുള്ള യഥാർത്ഥ മാർഗത്തിലാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അവരിൽ ഖൗഫുള്ളിടത്തോളം കാലം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഭയം ഉള്ളിടത്തോളം കാലം. فإذا زال عنهم الخوف, അവരിൽ നിന്ന് ഭയം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ضلوا الطريق, അവർ വഴി തെറ്റിയവരായിത്തീരും, വഴി പിഴച്ചവരായിത്തീരും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്നുള്ളത് നമ്മുടെ ദീനിൽ നമുക്ക് സ്ഥിരതയേകുന്ന, പാപങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പ്രേരണയേകുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രോത്സാഹനമേകുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാക്കി തരുന്ന മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് പറയാണ് വൽ ഖൗഫു ലൈസ മഖ്സൂദൻ ലിദാതിഹി, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്നുള്ളത്, അല്ലെങ്കിൽ ഭയപ്പെടുക എന്നുള്ളത്, ലൈസ മഖ്സൂദൻ ലിദാതിഹി, അത് ദാത്തിയായിട്ട്, അഥവാ ആ ഭയം ഉണ്ടാവുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യമല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അള്ളാഹുവിനോട് ഭയമുണ്ടാവുക അല്ലെങ്കിൽ ഭയമുണ്ടാവുക എന്നുള്ളത് അടിസ്ഥാന ദാത്തിയായിട്ട് ആ ഖൗഫ് എന്നുള്ള കാര്യം അത് ഉണ്ടാവുക എന്നുള്ളതല്ല അതിന്റെ അടിസ്ഥാന ലക്ഷ്യം, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അത് ഉണ്ടാവണമെന്നല്ല. ബൽ മഖ്സൂദൻ ലിഗൈരിഹി ഖസ്ദൽ വസാഇൽ, എന്നാൽ ഖൗഫ് എന്നുള്ളത് മറ്റൊരു കാര്യം ലക്ഷ്യമാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത്, ആ ഭയം എന്നുള്ളത് അടിസ്ഥാന ലക്ഷ്യമല്ല, മഖ്സൂദല്ല. പക്ഷേ അത് ലക്ഷ്യമാകുന്നത് എന്ത് തലക്കാണ്? വേറൊരു കാര്യത്തിലേക്കുള്ള മാർഗം നിലക്ക്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പിന്നെ ഒരു യാത്ര പോകാൻ വിചാരിക്കുക, നമ്മൾ ട്രെയിനിന് യാത്ര പോകാൻ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്ര. ഇപ്പോൾ നമ്മൾ പിന്നെ അത് ഉംറക്ക് പോവാണ്, ഹറം ഉദ്ദേശിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എയർപോർട്ടിലേക്കാണ് പോണത്. അപ്പോൾ എയർപോർട്ട് എന്നുള്ളത് എന്താണ്? ഒരു ലക്ഷ്യമാണ്, നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലമാണ് ഒരു ലക്ഷ്യം. വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറുന്നത് എയർപോർട്ടിലേക്കാണ്. പക്ഷേ ആ ലക്ഷ്യം എന്നുള്ളത് റാത്തിയായിട്ട് എയർപോർട്ടിൽ എത്തുക എന്നുള്ളതാണോ യാത്രയുടെ ഉദ്ദേശം? അല്ല, അത് ഒരു ലക്ഷ്യമാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഉള്ള ഒരു ലക്ഷ്യമാണ്. പക്ഷെ യഥാർത്ഥ ഖസ്ദ് എന്താണ്? യഥാർത്ഥ മഖ്സൂദ് എന്താണ്? അത് നമുക്ക് ഹറമിലെത്തണം, മക്കയിലെത്തണം എന്നുള്ളതാണ്. അപ്പോൾ എയർപോർട്ടിലെത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്, പക്ഷെ അത് റാത്തിയായിട്ട് അതിന് ലക്ഷ്യം വെച്ചിട്ടല്ല.
മറ്റൊന്നിലേക്കുള്ള വസീലയായിക്കൊണ്ടുള്ള ലക്ഷ്യമാണ്. ആ നിലക്കാണ് ഖൗഫ് എന്നുള്ളത്. ഖൗഫ് എന്നുള്ളത് നമ്മുടെ മഖ്സൂദല്ല, എന്നാൽ ഒരു ലക്ഷ്യമാണ്. ഖസ്ദൽ വസായിൽ, മറ്റൊന്നിലേക്കുള്ള മാർഗമായിക്കൊണ്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വലിഹാദാ യസൂലു ബിസവാലിൽ മഖൂഫ്. അപ്പൊ ഈ ഖൗഫ് നീങ്ങപ്പെടും, ഖൗഫ് ഇല്ലാതാകുന്നൊരവസ്ഥ വരും. എപ്പോൾ? എന്തിനെയാണോ ഭയപ്പെടുന്നത് അത് ഇല്ലാതാകുമ്പോൾ. ആ ലക്ഷ്യം, അപ്പൊ നമ്മൾ യഥാർത്ഥ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കാര്യം ഇല്ലാതാവുകയാണ് വെക്കുക, അപ്പോൾ എന്താകും? ഈ ലക്ഷ്യവും നീങ്ങും, ഈ ലക്ഷ്യവും ഇല്ലാതാകും. എന്താണ് അപ്പൊ യഥാർത്ഥ ലക്ഷ്യം നീങ്ങുക പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഫഇന്ന അഹ്ലൽ ജന്നതി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതായത് എന്താണ്? നമ്മൾ യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ള ആ സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവിടെ ഭയമോ ദുഃഖമോ ഇല്ല. സ്വർഗത്തിൽ ആരും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഖൗഫ് എന്നുള്ളത് അടിസ്ഥാനപരമായ ലക്ഷ്യമല്ല, മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മാർഗമാകുന്ന തരത്തിലുള്ള ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞാൽ, അഥവാ സ്വർഗം ലഭിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ള ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷ്യം നീങ്ങി, പിന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യമായിട്ട് ആ കാര്യം നിൽക്കുന്നില്ല. അപ്പൊ അതുപോലെയാണ് ഈ ഖൗഫ് എന്നുള്ളത്. കാരണം സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന അവസ്ഥയിലായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ഭയം എന്നുള്ള അവസ്ഥ ഉണ്ടാകില്ല. എന്നൊരു മുഖയും പറയുന്നു, വൽ ഖൗഫുൽ മഹ്മൂദ് സ്വാദിഖ്. സത്യസന്ധമായ സ്തുതിക്കപ്പെടുന്ന മഹ്മൂദായിട്ടുള്ള ഖൗഫ് എന്ന് പറഞ്ഞാൽ മഹാല ബൈന സ്വാഹിബിഹി വബൈന മഹാരിമില്ലാഹ് ഫഇദാ തജാവസ ദാലിക ഖൈഫ മിൻഹു അൽ-യഅസ് വൽഖുനൂത്. വൽഖുനൂത് മഹാല ബൈന സ്വാഹിബിഹി വബൈന മഹാരിമില്ലാഹ്. സത്യസന്ധമായ സ്തുതിക്കപ്പെടുന്ന ഒരു ഖൗഫ് എന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെയും അള്ളാഹുവിന്റെ ഹറാമിന്റെയും ഇടയിൽ ഒരു മറ തീർക്കുന്ന ഖൗഫാണ്. അതായത് ചില ആളുകൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണെന്ന് പറയും, പക്ഷെ അവർക്ക് അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അതിൽ മുഴുകുന്നതിലോ യാതൊരു കുഴപ്പമുണ്ടാവില്ല, എന്നാൽ അവർ ഭയപ്പെടുന്നതാണെന്ന് പറയുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥ രൂപത്തിലുള്ള ഖൗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെയും ഒരുവന്റെയും അതുപോലെ അള്ളാഹുവിന്റെ ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളെയും ഇടയിൽ മറ തീർക്കുന്ന ഖൗഫാണ് യഥാർത്ഥത്തിലുള്ളത്. ഫഇദാ തജാവസ ദാലിക ഖൈഫ മിൻഹു അൽ-യഅസ് വൽഖുനൂത്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഒരു ഭയം ഉണ്ടായി വിചാരിക്കുക, അഥവാ ഒരാള് ഹറാം ഒഴിവാക്കുന്നതിൽ ഒരു മറണ്ട്, അതിനപ്പുറത്തേക്ക് പിന്നെയും ഭയം, അവന് ഹറാം ഒഴിവാക്കുന്നുണ്ട്, അവൻ അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്, എന്നിട്ടും ഭയം, എന്നിട്ടും പേടി മാത്രം. അവരവസ്ഥ ആലോചിച്ച് നോക്കി. അതായത് അള്ളാഹിനെ ശിക്ഷിക്കും, അള്ളാഹിനെ നരകത്തിലിടും, ആ ഒരു ചിന്ത മാത്രമായിട്ട് ആ ഹറാമെന്ന് ഒഴിവാക്കുന്നവർക്ക് വരെ ആ ഭയമുള്ളത്, അത് മഹ്മൂദാണ്, അത് നല്ല ഭയമാണ്, സത്യസന്ധമായ ഭയമാണ്. അതിന്റെ അപ്പുറത്തേക്കും ഭയം കൂടിയാലോ, ഭയത്തിലൊരു കൂടിപ്പോയി കഴിഞ്ഞാലോ അവനെന്താവും? യഅസ് വൽ ഖനൂത്. അവന് നിരാശയും അള്ളാഹുവിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവുക. അവന് പിന്നെ ജീവിക്കാൻ സാധിക്കില്ല, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കില്ല, അവൻ നിരാശപ്പെട്ടു പോകും. അപ്പൊ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഖൗഫ് ഇല്ലാതാകാനും പാടില്ല, ഖൗഫ് പരിധി വിട്ട് കൂടാനും പാടില്ല. അപ്പൊ യഥാർത്ഥ ഖൗഫ് എന്ന് പറഞ്ഞാൽ അവന്റെയും അള്ളാഹു ഹറാമാക്കിയുള്ള കാര്യങ്ങളുടെയും ഇടയിൽ മറ തീർക്കുന്നതാണ്. ആ പരിധിയിലായിരിക്കണം ഖൗഫ് ഉണ്ടാവേണ്ടത്. ഖാല അബൂ ഉസ്മാൻ റഹിമഹുല്ലാഹ്, സിദ്ഖുൽ ഖൗഫി ഹുവൽ വറഉ അനിൽ ആസാമി ളാഹിറൻ വബാത്തിന. സത്യസന്ധമായ ഖൗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യവും പരസ്യവുമായിട്ടുള്ള പാപങ്ങളെ തൊട്ട് ഒഴിവാകുന്നതിനാണ് സത്യസന്ധമായ ഖൗഫ് എന്ന് പറയുന്നത്. എന്നൊരു മുഖയും പറയുന്നു, സമിഅതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ യഖൂൽ അൽ ഖൗഫുൽ മഹ്മൂദ് മാ ഹജസക അൻ മഹാരിമില്ലാഹ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അൽ ഖൗഫുൽ മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്ന ഖൗഫ് ഭയം എന്ന് പറഞ്ഞാൽ മാ ഹജസക അൻ മഹാരിമില്ലാഹ്, നിന്നെ അല്ലാഹുവിന്റെ ഹറാമുകളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന പിടിച്ചു വെക്കുന്ന കാര്യം എന്താണോ അതാണ് ഖൗഫുൽ മഹ്മൂദ്. والقلب في سيره الى الله تعالى بمنزله الطائر. എന്നൊരു മുഖയും പറയുകയാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരാളുടെ ഖൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷിയെ പോലെയാണ്. ഫൽമഹബ്ബത്തു റഅ്സുഹു, ആ പക്ഷിയുടെ തല എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. വൽഖൗഫു വറജാഉ ജനാഹാഹു, അതിന്റെ രണ്ട് ചിറകുകളാണ് ഖൗഫും റജാവും, ഭയവും പ്രതീക്ഷയും. ഫമതാ സലിമ الرأس والجناحان فالطير جيد الطيران. എപ്പോഴാണോ ആ തലയും ആ രണ്ട് ചിറകുകളും ഏറ്റവും നല്ല സുരക്ഷിതമായ അവസ്ഥയിലാകുന്നത്, ആ പക്ഷി ഏറ്റവും നല്ല രീതിയിൽ പറക്കും, ഏറ്റവും നല്ല രീതിയിൽ പറക്കുന്ന പക്ഷിയായി തീരും. അതിന്റെ തലയില്ലാതായാൽ ആ പക്ഷി ചത്തുപോകും.
അതായത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അതാണ് തല പറഞ്ഞത്. അതില്ലാതായാൽ പക്ഷി ചത്തുപോകും. ومتى عدم الجناحان فهو عروة لكل صائد وكاسر. എപ്പോഴാണോ ആ ചിറക് ഒടിഞ്ഞു പോകുന്നത് അപ്പോഴെല്ലാം അതിനെ വേട്ടയാടുന്ന, അതിന് പിടികൂടാൻ നിൽക്കുന്ന ആളുകൾക്ക് ഒരു കിട്ടുന്ന, അവർക്ക് കിട്ടാവുന്ന ഒരു കാര്യമായിട്ട് അത് തീരും. ചിറകില്ലെങ്കിൽ അതിനെ പിടികൂടാവുന്ന, വേട്ടയാടുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ولكن السلف استحبوا أن يقوى في الصحة جناح الخوف على جناح الرجاء. എന്നാൽ സലഫുകൾ, അതിപ്പോ പറഞ്ഞല്ലോ പക്ഷിയെ പോലെ രണ്ടും ഒരുപോലെ വേണമെന്നുള്ളത് പറഞ്ഞു. എന്നാൽ സലഫ് സാലിഹീങ്ങൾ ولكن السلف استحبوا أن يقوى في الصحة جناح الخوف على جناح الرجاء. അവർ കൂടുതൽ മുൻഗണന കൊടുത്തിരുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഈ ഖൗഫിന്റെ ചിറക് എന്നുള്ളത് റജാഇന്റെ അഥവാ ഭയത്തിന്റെ ചിറക് എന്നുള്ളത് പ്രതീക്ഷയുടെ ചിറകിനേക്കാൾ ഒന്നുകൂടി ശക്തിപ്പെടണം എന്ന നിലക്കാണ്. അഥവാ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയിലേക്കാൾ ഒരു പടി മുന്നിലായിരിക്കണം അള്ളാഹുവിനോടുള്ള ഭയം എന്നുള്ള നിലക്കാണ്. വൈന്ദൽ ഖുറൂജ് മിന ദുനിയ യഖ്വാ ജനാഹു റജാഇ അലാ ജനാഹിൽ ഖൗഫ്. എന്നാൽ അതെന്താകും, ഈ ലോകത്ത് നിന്ന് അങ്ങനെയാണ് എങ്കിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ആ സമയത്ത്, മരിച്ചു പോകുന്ന ആ സമയത്ത് എന്തായിത്തീരും, ആ റജാഇന്റെ പ്രതീക്ഷയുടെ ചിറക് ഈ ഭയത്തിന്റെ ചിറകിനേക്കാൾ ഒന്നുകൂടിയും ശക്തിപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അഥവാ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തെല്ലാം ആ ഖൗഫ് റജായിനേക്കാൾ ഒരു പടി മുകളിലായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ മരിക്കുന്ന സമയത്ത് ആ ഭയത്തിനേക്കാൾ പ്രതീക്ഷ ഒരു പടി മുകളിലായിട്ടുണ്ടാകും എന്ന് പറയാൻ. ഹാദിഹി ത്വരീഖത്തു അബീ സുലൈമാൻ വഗൈരിഹി. ഇതാണ് അബൂ സുലൈമാൻ അതുപോലെ മറ്റു പല സലഫുകളുടെയും രീതി. അഥവാ അവരൊക്കെ വളരെയധികം സാഹിദുകളായിട്ടുള്ള വ്യക്തികളായിരുന്നു, ആബിദീങ്ങളായിട്ടുള്ള വ്യക്തികളായിരുന്നു സലഫുകളിൽ. അബൂ സുലൈമാൻ അദ്ദാറാനി അതുപോലെയുള്ള ആളുകൾ, അവർ ഇൽമുള്ളവരും എന്നാൽ കൂടുതൽ ജുഹദിലും ഇബാദത്തിലും ഒഴുകിയിരുന്ന ആളുകളായിരുന്നു. അവർ പറഞ്ഞതുപോലെ ഖാല യംബഗി ലിൽ ഖൽബി അൻ യകൂന അൽ ഗാലിബു അലൈഹി അൽ ഖൗഫ്. ഒരാളുടെ ഖൽബിൽ മുന്തി നിൽക്കേണ്ടത് അഥവാ ഒന്ന് കൂടുതലായിട്ടുണ്ടാകേണ്ടത് ഭയമാണ്. ഫഇന്നഹു ഇദാ കാന അൽ ഗാലിബു അലൈഹി റജാ ഫസദ. പ്രതീക്ഷയാണ് മുന്തി നിൽക്കുന്നത് എങ്കിൽ ആ ഖൽബ് ഫസാദാകാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഫസാദായി തീരും എന്ന്. അവ രണ്ടും ഒരുപോലെ ഉണ്ടാകേണ്ട കാര്യമാണ്. പക്ഷെ അതിൽ ഏതിനാണ് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് കൂടുതലായിട്ട് കുറച്ച് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഖൗഫാണ്. വഖാല ഗൈറുഹു. മറ്റു ചിലർ പറഞ്ഞു അക്മലുൽ അഹ്വാൽ, ഏറ്റവും നല്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇഅ്തിദാലു റജാഇ വൽ ഖൗഫ്, റജാവും ഖൗഫും ഒരുപോലെ ഉണ്ടാവുക എന്നുള്ളതാണ്. വഗലബത്തുൽ ഹുബ്, എന്നാൽ ആ ഇഷ്ടമാണ് മുന്തി നിൽക്കേണ്ടത്. ഫൽ മഹബ്ബത്തു ഹിയൽ മർകബ്, കാരണം ആ മഹബ്ബത്ത് എന്നുള്ളതാണ് യാത്രാമൃഗം. അതിന് മറ്റു ചില സലഫുകൾ പറഞ്ഞത് ഇത് രണ്ടും ഒരുപോലെ ഉണ്ടായിരിക്കണം, മുന്തി നിൽക്കേണ്ടത് ശരിക്ക് ഹുബ്ബാണ് എന്നുള്ളത്. എന്നിട്ട് ഒരു ഉപമ പറഞ്ഞത് ഹുബ്ബ് എന്നുള്ളത് ഒരു യാത്രാമൃഗമാണ്. വറജാഉ ഹാദിൻ, പ്രതീക്ഷ എന്നുള്ളത് അതിന്റെ മുന്നിൽ നിന്ന് തെളിക്കുന്ന, യാത്രക്കെല്ലാം പോകുമ്പോൾ മൃഗത്തിന്റെ മുന്നിൽ നിന്ന് തെളിക്കുന്ന ആളാണ് ഹാദ് എന്ന് പൊതുവെ പറയാറുള്ളത്. മുന്നിൽ നിന്ന് തെളിക്കുന്ന ഒരുവനെ പോലെയാണ്. വൽ ഖൗഫു സായിഖുൻ, ഭയം എന്നുള്ളത് അതിനെ പിന്നിൽ നിന്ന് നയിക്കുന്നവൻ. സായിഖ് എന്നുള്ളത് പൊതുവെ ഉപയോഗിക്കാറുള്ളത് ഡ്രൈവർ എന്നുള്ള ഭാഗത്തിലൊക്കെ ഉപയോഗിക്കും. ഇവിടെ അത് ഓടിക്കുന്നവൻ എന്നുള്ളതല്ല, പിന്നിൽ നിന്ന് അതിനെ മുന്നോട്ട് നയിക്കുന്നവനാണ് സായിഖ് എന്നുള്ളത്. അപ്പൊ മഹബ്ബത്ത് എന്നുള്ള യാത്രാമൃഗമാണെങ്കിൽ മുന്നിൽ നിന്ന് തെളിച്ചു കൊണ്ടുപോകേണ്ടത് റജാവും പിന്നിൽ നിന്ന് തെളിക്കുന്നത് ഖൗഫുമാണ്. വല്ലാഹു അൽ മൂസിലു ബിമന്നിഹി വകറമിഹി, അള്ളാഹുവാണ് ആ യാത്രാമൃഗത്തെ ആ അള്ളാഹുലേക്ക് എത്തിക്കുന്നവൻ. അവന്റെ ഔദാര്യം കൊണ്ടും അവന്റെ അനുഗ്രഹം കൊണ്ടുമെല്ലാം അള്ളാഹുവാണ് അതിനെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുന്നവൻ എന്ന് പറയാണ്. അപ്പോൾ ഖൗഫും റജാവും ഒരുപോലെ ഉണ്ടായിരിക്കണം. അതിലൊന്ന് അമിതമായി കൂടിയാലോ അമിതമായി കുറഞ്ഞാലോ അവൻ വഴി പിഴച്ചവനായി തീരും. എന്നാൽ ചില സലഫുകൾ ഖൗഫാണ് ഒരു മുന്തി നിൽക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് കാണാം. ചിലർ ഖൗഫിനെയും റജാനെയും ഒരുപോലെ വെച്ചുകൊണ്ട് മഹബ്ബത്താണ് മുന്തി നിൽക്കേണ്ടത് എന്ന് പറഞ്ഞതും കാണാം. എന്നിരുന്നാലും ഈ മൂന്നും ഇബാദത്തിന്റെ അർക്കാനുകളാണ്, ഒരുപോലെ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഖൗഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു മൻസിലത്തിൽ, ഈ ഒരു ഫസ്ലിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക എന്നുള്ളതും വളരെ മഹത്തായിട്ടുള്ള ഒരു സ്ഥാനവും ജീവിതത്തിൽ ഖൽബിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അതിന്റെ വ്യത്യസ്ത അവസ്ഥകളെ പറ്റിയെല്ലാം പറഞ്ഞു. അടുത്ത മൻസിലത്തുൽ ഖുശൂ ആണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.